എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ അമ്പലത്തിലാണ് പോയത്. എല്ലാ ഫ്രൈഡേയും മാക്സിമം ശ്രമിക്കാറുണ്ട് ഞാൻ സ്വാമിയുടെ അമ്പലത്തിൽ പോകാൻ. ഞാനിപ്പോൾ ഒരു 5-6 മാസമായിട്ട് ക്ഷേത്രത്തിൽ പോകാറുണ്ട്. അതിന് നല്ല നല്ല മാറ്റങ്ങൾ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സ്വാമിയുടെ ഒരു വീഡിയോ, അതായത് സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതും ക്ഷേത്രവും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. കാരണം അത്രയ്ക്ക് ഞാൻ സ്വാമിയോട് കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന്. അപ്പോൾ അതിന് പോയ വഴിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊന്ന് എടുക്കണം എന്ന് തോന്നി. എനിക്ക് ക്ഷേത്രം പണ്ടേ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ അമ്പലത്തിൽ പോക്ക് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഈ കാണുന്നൊരു ക്ഷേത്രം കണ്ടോ, ഇതുവഴി പാസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഈ ക്ഷേത്രം ഇങ്ങനെ നോക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് വീഡിയോ എടുത്തതാണ്. ജസ്റ്റ് പാസ് ചെയ്യുന്ന വഴിയാണ് അങ്ങ് എടുത്തതെന്നുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ചെന്ന് കയറി. കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി ലേറ്റായിട്ടാണ് ഞാൻ ചെന്നത്. എങ്കിലും എനിക്ക് സ്വാമീനെ കാണാൻ പറ്റി, കൽപ്പന കേൾക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം സ്വാമിനെ കാണാനും കൽപ്പന കേൾക്കാൻ പറ്റിയതും എല്ലാം. അതോടൊപ്പം തന്നെ സ്വാമി പൂജ കഴിഞ്ഞിട്ട് എനിക്ക് പൂവും പ്രസാദമായിട്ട് തന്നു. അപ്പം ഞാൻ ആ പൂവും പിടിച്ചുകൊണ്ട് ഒരു വലം വെച്ച് അമ്പലത്തിൽ നിന്ന് വെളിയിലേക്ക് വരാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്വാമി എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. എല്ലാവരോടും വിഷ്ണുമായനെ ആരാധിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് വിഷ്ണുമായനെ ആരാധിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ എൻ്റെ സ്വാമിയുടെ അമ്പലത്തിൽ വലം വെച്ച് ഇറങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. പക്ഷേ ഞാനിവിടെ ചെന്ന് കയറിയപ്പോഴും മുതൽ ഈ പൂ കണ്ടോ, ഈ പൂക്കൾ എനിക്ക് എപ്പോഴും എല്ലാ പ്രാവശ്യവും എനിക്ക് കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ്. ഞാനത് കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ സ്വാമി എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഉള്ള പോലെയാണ്. എനിക്ക് പൂ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴും വീട്ടിൽ കൊണ്ടുവരുമ്പോഴും ഒക്കെ അതിനുവേണ്ടി ഞാൻ കാത്തു നിൽക്കാറുണ്ട്. ഞാനിന്ന് എൻ്റെ വിഷ്ണുമായ സ്വാമിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന ഭാഗമാണ് കാണുന്നത്. ഇവിടെയാണ് എൻ്റെ ക്ഷേത്രം. ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഇതാണ് എൻ്റെ എല്ലാമായ എൻ്റെ വിഷ്ണുമായ സ്വാമിയുടെ കുഞ്ഞമ്പലം. ഞാനിവിടെ വന്നാണ് പ്രാർത്ഥിക്കുന്ന. എല്ലാ വിഷമങ്ങളും എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുണ്ടെങ്കിൽ കൂടിയും എനിക്കിവിടെ വരുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് കിട്ടുന്നത്. നമ്മുടെ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ എത്രത്തോളം ഹാപ്പിയാണോ അതുപോലെയാണ് ഞാൻ സ്വാമിയുടെ നടയ്ക്ക് വന്നു കഴിയുമ്പം. അത്രയും ഞാൻ സ്വാമിയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഞാൻ സ്വാമീനെ കാണാൻ വേണ്ടിയിട്ട് എത്തും എന്ന് വിചാരിച്ചില്ല. സ്വാമീനെ കണ്ടു, സ്വാമിയുടെ കൽപ്പന കേൾക്കാൻ പറ്റി. ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ നമ്മുടെ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയ റോഡിൽ തന്നെ, അതായത് റിട്ടേൺ വരണ വഴിക്ക് ഇതെന്താണ് ഈ സംഭവം പോകണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ കാണാനെടുത്ത് ചോദിച്ചത് എന്തൊട്ടാണ് ഈ പോണതെന്ന്. അപ്പോൾ അവൻ അതിനുള്ള മറുപടി തന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഞാനേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഫ്രണ്ടിൽ പോകണ കുട്ടികളുണ്ടാവില്ലേ, നമ്മുടെ മുന്നിൽ പോകണ കുട്ടികൾ ഇങ്ങനെ നാക്കി വെച്ചിട്ട് ഒറ്റയേറ, അയ്യോ അങ്ങനെ എറിയുന്ന പുല്ലാണിത്. ഇതറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആർക്കും അറിയില്ല, പക്ഷെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ എൻ്റെ കൂടത്തിൽ വരുന്ന കുട്ടികളൊക്കെ വേണ്ടി പോകുമ്പോൾ ഞാൻ അവരുടെ മേലേക്ക് ഇങ്ങനെ എറിയാറുണ്ട്. കണ്ടോ ഈ പുല്ല് കണ്ടോ? ഈ പുല്ല് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ പുല്ല് പറിച്ച് കൂട്ടി വെച്ചേച്ച് ആരെങ്കിലും വരുമ്പോൾ അവരുടെ ദേഹത്തേക്കൊന്ന് എറിഞ്ഞ് നോക്കാം, അപ്പോൾ കിട്ടുക അനുഭവം. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഞാൻ നമ്മുടെ സ്വാമിയുടെ അമ്പലത്തിൽ പോയതാണ്. അമ്പലത്തിൽ പോയിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് ഇത് കണ്ടോ നല്ല രസം, നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ? കണ്ടോ, ഇത് കണ്ടപ്പോൾ ഇവിടെ ചാടി ഇറങ്ങിയതാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ പുത്തൻചിറ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്, ഹെൽമെറ്റ് ഒന്ന് ഇട്ടോട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണൻ്റെ R15 കയറിയിരിക്കുകയാണ്. ഇനി ഞാനിതൊന്ന് നിവർത്തി വെച്ച് ഓടിച്ചങ്ങോട്ട് പോകുന്നത് കാണിച്ചു തരാം. പക്ഷെ ആഗ്രഹമുണ്ട് ഗൈസ്, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. സാരമില്ല, ഞാൻ എൻ്റെ സ്കൂട്ടർ ഓടിക്കുന്നതെന്ന് വിചാരിച്ച് ഇതെടുത്താൽ ചിലപ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലും കിടക്കും. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകണ്ടേ. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ പുറകോട്ട് ഇറങ്ങിയിരിക്കും. കണ്ണാ, നീ വന്ന് ഓടിച്ചോളൂ കേട്ടോ. വീഡിയോ എല്ലാം എടുത്ത് ക്ഷീണിച്ച് വരുന്ന വഴിക്ക് കരിമ്പിൻ ജ്യൂസ്, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കരിമ്പിൻ ജ്യൂസ്. അപ്പോൾ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ല അടിപൊളി കരിമ്പിൻ ജ്യൂസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ഊഞ്ഞാൽ ഉണ്ട്, അടിപൊളി ഊഞ്ഞാലല്ലേ. ഞങ്ങൾ അതിലിരുന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ അമ്പാടീനെയും കൂട്ടിക്കൊണ്ട്, അമ്പാടിയുടെ പ്ലേ സ്കൂൾ കഴിഞ്ഞ സമയമായിരുന്നു, ഞങ്ങൾ തിരികെ വരണ വഴിക്ക്. അപ്പോൾ അവനെയും കൂട്ടിക്കൊണ്ട് അവന് ജസ്റ്റ് ബൈക്കിൽ കയറ്റിയിരുത്തി ചുമ്മാ ഒരു വീഡിയോ എടുത്ത് തിരികെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും
ടാറ്റ.